ഹായ് ഫ്രാൻസ്. ഇന്ന് നമ്മുടെ പൈസ ഒന്നുമില്ല, ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ കൈ പൈസ ഒന്നുമില്ലാതെ ഇങ്ങനെ നോക്കി നിന്നപ്പോഴാണ് നമ്മുടെ ഡയമണ്ടോ കുഞ്ഞുങ്ങൾ ഇറങ്ങി കിടക്കുന്ന ഓർമ്മ വന്നത്. അങ്ങനെ 2 പീസ് ഡയമണ്ടോ ഉണ്ടായിരുന്നു കുഞ്ഞുങ്ങൾ. അവന്മാരെ അങ്ങോട്ട് പിടിച്ച് നല്ല കളറായിരുന്നു കേട്ടോ. നമുക്കൊരു വൈറ്റിനകത്ത് റെഡ് ഷെയ്ഡുള്ള കുഞ്ഞുങ്ങളായിരുന്നു. ഒരുവിധമൊക്കെ വലുതായി കേട്ടോ. അതുകൊണ്ട് പറക്കാനൊക്കെ ആയി. പെട്ടെന്ന് അതിൻ്റെ വളർച്ചയൊക്കെ ഒരു അലമ്പില്ലാത്ത ബേഡായിട്ട് ലവ് ബേഡിനെ പോലെ തമ്മി കുത്തും കാര്യങ്ങളൊന്നുമില്ല. ഇത് കണ്ട നല്ല രീതിയിൽ വളർന്നത്. രണ്ടാമത്തെ കുഞ്ഞാണ് കണ്ട, നല്ല റെഡും വൈറ്റും കൂടി ചേർന്ന കുഞ്ഞാണ്. 2 കുഞ്ഞുങ്ങളുണ്ട്. നമ്മൾ നേരെ കൊണ്ട് ഷോപ്പിൽ കൊടുത്തേച്ച് 500 രൂപ കാശ് കിട്ടി. അപ്പം അമ്മ അന്നത്തെ ചിലവ് വട്ടായി. അത് നമുക്ക് ഇതെല്ലാം വളർത്തിയുള്ള ഗുണം ഇതാണ്. വീടിൻ്റെ വാതിക്ക് ഒരു അലങ്കാരമാണ്. ഒപ്പം നമുക്ക് പൈസക്ക് ഒരു ആവശ്യം വരുമ്പോൾ പിടിച്ചുകൊണ്ട് നമുക്ക് ഷോപ്പിൽ കൊടുക്കാം. ഷോപ്പിലൊക്കെ കൊണ്ട് കൊടുത്താൽ നമുക്ക് അത്യാവശ്യം പൈസ കിട്ടും. നമുക്കിതിന് ഫുഡാ കാര്യങ്ങളാ തീറ്റ അതിനെ തന്നെ മേടിക്കാൻ പറ്റും. ഇതുണ്ട് 2 കുഞ്ഞുങ്ങൾ നമ്മളങ്ങനെ ഉണ്ടായിരുന്നു. നല്ല കുഞ്ഞുങ്ങളായിരുന്നു രണ്ടും കേട്ടോ. ഇത് ഇച്ചിരി കൂടെ വലുതായിരുന്നു കേട്ടോ. ഇതൊക്കെ റിങ് വന്ന് തുടങ്ങിയണ്ട, കണ്ണ് റിങ് വന്ന് തുടങ്ങിയ കിളിയായി. ഇതൊക്കെ മാക്സിമം ഒരു 1-2 മാസമൊക്കെ മെയിലെ ഫീമെയിലൊക്കെ നമുക്ക് അറിയാൻ പറ്റും, പെയറാക്കാൻ പറ്റും. ഇതൊക്കെ മേടിച്ചുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പെയറായി തന്നെ കുഞ്ഞുങ്ങൾ ഇറങ്ങും. നല്ല ഫസ്റ്റ് തൊട്ട് വരെ ക്ലച്ച് കിട്ടും. അവനോട് കൊടുത്താൽ അവിടെ നിന്ന് 2 ലവ് ബേഡ് കുഞ്ഞുങ്ങളെ തന്നു. നമ്മളിത് നോക്കുന്നതുകൊണ്ടാണ്, നമ്മൾ ഈ പെറ്റ്സിനോട് ഇഷ്ടമുള്ളതോടെ അറിയാവുന്നതുകൊണ്ടാണ് ആ കൂട്ടത്തിൽ ഇട്ടിട്ട് കൊത്തുന്നത്. കണ്ട, ഇത് പ്രായമുള്ളതാണ്, എൻ്റെ വാലൊക്കെ പോയതാണ്. പിന്നെ ഒരു റെഡ് ഐയുടെ കുഞ്ഞും കിട്ടി. 2 നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ കൂടുതൽ ഇവിടെ ഫ്രീ ആയിട്ട് കിടപ്പുണ്ടല്ലോ. മരുന്നൊക്കെ കൊടുത്ത് വൈറ്റമിൻ കൊടുത്ത്, വൈറ്റമിൻ കുറവുണ്ട് ഈ തൂവലൊക്കെ പോകുന്നത്, കൊടുത്ത് സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഓക്കെ, താങ്ക് യു.